കൗതുകമായ ലാത്തിയും തൊപ്പിയും തോക്കും ലോക്കപ്പുമൊക്കെ കാണാൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കുരുന്നുകളെത്തി. അന്തിക്കാട് 4-ാം വാർഡ് 59-ാം നമ്പർ അങ്കനവാടിയിലെ 35ഓളം കുട്ടികളാണ് പോലീസിനെയും പോലീസ് സ്റ്റേഷനെയും പരിചയപ്പെടാൻ അന്തിക്കാട് സ്റ്റേഷനിലെത്തിയത്. കുരുന്നുകൾക്ക് മധുരം നൽകി അന്തിക്കാട് എസ്.ഐ. സി. പ്രേമാനന്ദകൃഷ്ണൻ കുട്ടികളെ സ്വീകരിച്ചു. തുടർന്ന് പോലീസിന്റെ തൊപ്പിയും ലാത്തിയും തോക്കുമൊക്കെ പരിചയപ്പെടുത്തി. അംഗനവാടി അധ്യാപിക വി കാഞ്ചന ടീച്ചർ, ഹെൽപ്പർ ജോളി, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ AV ശ്രീവത്സൻ, ഷീബ ബാബുരാജ് എന്നിവർ ചേർന്നാണ് കുരുന്നുകളെ സ്റ്റേഷൻ കാണിക്കാൻ കൊണ്ടുവന്നത്. പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിന് വടക്ക് സോമശേഖര റോഡിൽ സ്വകാര്യ വ്യക്തി രാത്രിയുടെ മറവിൽ തണ്ണീർത്തടം നികത്താൻ ശ്രമിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. വെട്ടിമാറ്റിയ തെങ്ങുകളുടെ കടഭാഗം JCB ഉപയോഗിച്ച് ഇവിടേക്ക് എത്തിച്ചാണ് കുളം നികത്താൻ ശ്രമിച്ചത്. നാട്ടുകാർ തടിച്ചുകൂടുന്നതറിഞ്ഞ് JCB അടക്കമുള്ള വാഹനങ്ങൾ സ്ഥലത്തു നിന്ന് മാറ്റുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ അന്തിക്കാട് പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. കുളം നികത്താൻ ഉപയോഗിച്ച തെങ്ങിന്റെ കടമുറികൾ നീക്കം ചെയ്യാൻ സ്വകാര്യ വ്യക്തിയോട് ആവശ്യപ്പെടുമെന്ന് അന്തിക്കാട് എസ്.ഐ. സി. പ്രേമാനന്ദകൃഷ്ണൻ പറഞ്ഞു. നികത്താൻ ഉപയോഗിച്ച തെങ്ങിന്റെ കടമുറിക്ക് മുകളിൽ BJP പ്രവർത്തകർ കൊടിനാട്ടി. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. മാവേലി സ്റ്റോറുകൾക്ക് മുൻപിൽ അരി വന്നതറിഞ്ഞ് നാട്ടുകാർ തടിച്ചുകൂടി. പൊതുമാർക്കറ്റിൽ 35 രൂപ വരെയുള്ള വെള്ളരി മാവേലി സ്റ്റോറിൽ 19.50 ലഭിക്കുന്നതിനെ തുടർന്നാണ് ജനങ്ങൾ അരി വന്നതറിഞ്ഞ് രാവിലെ മുതൽ മാവേലി സ്റ്റോറുകൾക്ക് മുമ്പിൽ തടിച്ചുകൂടിയത്. വിലക്കയറ്റം സാധാരണക്കാരന്റെ ബഡ്ജറ്റിനെ കാര്യമായി ബാധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പല മാവേലി സ്റ്റോറിന് മുന്നിലും രാവിലെ നേരത്തെ തന്നെ ക്യൂ നിൽക്കാൻ കുടുംബങ്ങൾ എത്തിയിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാവേലി സ്റ്റോറിൽ അരി ലഭിച്ചിരുന്നില്ല. ഒരു പാസിന് 5 കിലോ അരിയാണ് നൽകുന്നത്. തൊട്ടടുത്ത വീട്ടിലെ റേഷൻ കാർഡും സംഘടിപ്പിച്ച് 2 തവണ ക്യൂ നിന്നുമാണ് ജനങ്ങൾ അരിയുമായി മടങ്ങുന്നത്. പെരിങ്ങോട്ടുകരയിലെ ബ്ലാക്ക്മാൻ വീതി മോഷണത്തിന്റെ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രി 12:30 വീണ്ടും മോഷണം. പെരിങ്ങോട്ടുകര കിഴക്കുമുറി കണ്ടങ്ങത്ത് പ്രകാശന്റെ വീട്ടിലാണ് ഇക്കുറി മോഷ്ടാവെത്തിയത്. വീട്ടുകാർ ഉറങ്ങിയ സമയം ഓടുമേഞ്ഞ വീടിന്റെ വാതിലിളക്കി അകത്ത് കടന്ന മോഷ്ടാവ് ചുവരിൽ ഹാങ്ങറിൽ തൂക്കിയിട്ടിരുന്ന പ്രകാശന്റെ ഷർട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതിനിടെ വീട്ടുകാർ ഉണർന്നെണീക്കുകയായിരുന്നു. ഷർട്ടിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന പണവും മൊബൈൽ ഫോണും ആവശ്യമുള്ള കടലാസുകളും കൈക്കലാക്കി ഓടിയ മോഷ്ടാവിന് പുറകെ പ്രകാശനും മകനും ഓടിയെങ്കിലും മൊബൈൽ ഫോൺ വലിച്ചെറിഞ്ഞ് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും മോഷ്ടാവിനെ കണ്ടെത്താനായില്ല. 700 രൂപയും ആവശ്യമുള്ള കടലാസുകളും നഷ്ടപ്പെട്ടതായി അന്തിക്കാട് പോലീസിന് നൽകിയ പരാതിയിൽ പ്രകാശൻ പറഞ്ഞു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കണ്ടശാങ്കടവ് വൈദ്യുതി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. നിങ്ങളറിഞ്ഞോ നാട്ടാരെ
അറിഞ്ഞോ നാട്ടാരെ വ്യാപാര വ്യവസായ മേഖലയിലെ സംസ്ഥാന സർക്കാരിന്റെ വൈദ്യുതി നയം തിരുത്തുക എന്ന ആവശ്യം ഉന്നയിച്ച് നടത്തിയ ധർണ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനം ആക്കുന്നതിന് വേണ്ടി വളരെ പ്രതിജ്ഞാബദ്ധതയോടുകൂടി തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏത് ഘട്ടത്തിലൊക്കെ ഇവിടെ ഭരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ തന്നെ അത്തരമൊരു നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു അവസ്ഥ പണ്ട് ഉമ്മൻചാണ്ടി AK ആന്റണി ഭരിക്കുന്ന സമയത്താണ് 6 മണി കഴിഞ്ഞാൽ ഒരു കടയിലും കറണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം കേരള സംസ്ഥാനത്തിനായിട്ടുണ്ട്. 6 മണി കഴിഞ്ഞാൽ ഏതെങ്കിലും വ്യാപാരികൾ അവരെ കടയിൽ ഒരു ലൈറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നിർബന്ധിതമായ പിഴ ചുമത്തുന്ന സ്ഥിതിയുണ്ടായി. അന്ന് നമുക്കറിയാം കേരളത്തിനകത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മണ്ണെണ്ണയൊഴിച്ച് ഒപ്പത്തണ്ടുന്ന കമ്പംകുളത്തിൽ പ്രകടനം നടന്നത്. ബാബു ആന്റണി അധ്യക്ഷത വഹിച്ചു. IAB മുരളീധരൻ സ്വാഗതം പറഞ്ഞു. ഒളിവിലായിരുന്ന കൊലക്കേസ് പ്രതി 10 വർഷത്തിന് ശേഷം പോലീസ് പിടിയിലായി. കാട്ടൂർ നെടുമ്പുര സ്വദേശി ആലപ്പാട്ട് ബിനോയിയാണ് കാട്ടൂർ SI ടോമിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചൊവ്വാഴ്ച വൈകിട്ട് കൊല്ലത്ത് അഞ്ചലിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. 2001 ജൂലൈയിൽ കാട്ടൂർ സ്വദേശി സദ്ഗുണനെ സംഘം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ബിനോയ്. 2004 കാവടി ആഘോഷത്തിനിടെ കാട്ടൂർ സ്വദേശി വൻപറമ്പിൽ സുരേഷിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയാണെന്ന് കാട്ടൂർ പോലീസ് പറഞ്ഞു. ഇതിനു പുറമെ വീട് കയറി ആക്രമിച്ച സംഭവത്തിലും ഇയാൾക്കെതിരെ കേസുണ്ട്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാൾ കൊല്ലത്തുണ്ടെന്ന് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണ് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇയാളെ പിടികൂടിയത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയുടെയും കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തൃശൂർ ജില്ലാ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാർച്ച് 8 വെള്ളിയാഴ്ച അന്ധക്ഷേമ പക്ഷാചരണ പരിപാടി നടത്തുമെന്ന് ഭാരവാഹികൾ അന്തിക്കാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനയുടെയും ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയുടെയും നേതൃത്വത്തിൽ 8-ാം തീയതി രാവിലെ 10 മണിക്ക് അന്ധക്ഷേമ പക്ഷാചരണ ദിനമായിട്ട് ആചരിക്കാറുണ്ട്. അന്ധർക്ക് വേണ്ടി അവർക്ക് വേണ്ടി ലിപി കണ്ടുപിടിച്ച ലൂയി ബ്രെയിലിന്റെ ജന്മദിനമായ ജനുവരി 4-ാം തീയതി മുതൽ കേരളത്തിലെ അന്ധക്ഷേമ പക്ഷാചരണ ദിനമായും തുടർന്നുള്ള അതിൻ്റെ പരിപാടിയുടെ ഭാഗമായും ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 4 ലക്ഷത്തോളം വരുന്ന അന്ധർക്ക് അവരുടെ പ്രശ്നങ്ങളിൽ സാമൂഹിക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഭരണാധികാരികൾ ഇടപെടുന്നതിനും അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുന്നതിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായിട്ടാണ് അന്ധക്ഷേമ പക്ഷാചരണ ദിനം കൊണ്ട് മാർച്ച് 8-ാം തീയതി വനിതാ ദിനം കൂടി ആയതുകൊണ്ട് അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ കുടുംബശ്രീ സംവിധാനം കൂടെ ഈ പരിപാടിയിലേക്ക് സഹായകത്വമായി ഇറങ്ങി വന്നിരിക്കുകയാണ്. സാക്ഷിയില്ലാത്തവരുടെ ആഗ്രഹങ്ങളുടെയും ആദർശങ്ങളുടെയും പ്രതീക്ഷയുടെയും ഭാഗമായ ഈ സംഘടന കുന്നംകുളത്ത് വെച്ച് 1967 സെപ്റ്റംബർ 11-നാണ് രൂപം കൊണ്ടത്. ഇത് ഉണ്ടാകുന്ന മുൻപ് ഇവിടെ 7-ാം തരം വരെ പഠിക്കുവാനുള്ള സാഹചര്യം കാഴ്ചയില്ലാത്തവർക്ക് ഉണ്ടായിരുന്നു. അതിന് ഉള്ളിൽ വളരെ കഷ്ടപ്പാട് അനുഭവിച്ച്
വളരെ കിരണമായ പാതകൾ പിന്നിട്ട് പഠിച്ച അഭ്യസ്ത വിദ്യാർത്ഥി തൊഴിൽ ഉണ്ടായിരുന്നില്ല. പക്ഷാചരണ പരിപാടികളുടെ ഭാഗമായി കാഴ്ച വൈകല്യമുള്ളവരുടെ പഠനരീതി പ്രവർത്തനം, ക്രിക്കറ്റ് മാച്ച് പ്രദർശനം, സെമിനാർ തുടങ്ങിയവയും നടക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലം MLA KV അബ്ദുൽ ഖാദർ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി അധ്യക്ഷത വഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VN ശങ്കരൻ, DYSP ബിജു ഭാസ്കർ, SI പ്രേമാനന്ദകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുക്കും. TI ചാക്കോ, PR വത്സൻ, KS വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. സർക്കാർ കെട്ടിടങ്ങൾക്ക് മുകളിൽ മാത്രം സോളാർ പാനലുകൾ ഘടിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ 25,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് പ്രമുഖ ഊർജ്ജ ശാസ്ത്രജ്ഞൻ ഡോക്ടർ MP പരമേശ്വരൻ അഭിപ്രായപ്പെട്ടു. അതിന് മറ്റെല്ലാം എങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ പരിപാടി എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഒരു ഇപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ നോക്കിയപ്പോൾ നമുക്ക് ഈ പഞ്ചായത്ത് കെട്ടിടത്തിന്റെ മുകളിൽ മാത്രമായിട്ട് 15 കിലോവാട്ട് പാനൽ സ്ഥാപിക്കാൻ പറ്റില്ല. പല കെട്ടിടങ്ങൾക്കും കേരളത്തിലാകെ 1.5 കോടിയുള്ള കെട്ടിടങ്ങളുണ്ട്. കെട്ടിടങ്ങളുണ്ട്. ഈ കെട്ടിടങ്ങളുടെ മുകളിൽ മുഴുവൻ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ 25,000 മെഗാവാട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിന് പരമാവധി ആവശ്യമായിട്ട് 3,000 മെഗാവാട്ടാണ്. അതിന് 6 മടങ്ങ് പവർ ഉണ്ടാക്കാനായി നമുക്ക് കേരളത്തിലെ ജലവൈദ്യുതി പദ്ധതികളും ഈ സോളാർ എനർജിയും പിന്നെ കുറച്ച് കാറ്റിൻ്റെ ഇത് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യത്തെക്കാൾ കൂടുതലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മ പരിപാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സൗരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാട്ടിക ഗ്രാമപഞ്ചായത്തും എടമുട്ടം റോയൽ ഐ സോളാർ പവറിന്റെയും സംയുക്ത സംരംഭമായാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതോടെ ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി പൂർണ്ണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സജ്ജമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ, ലയൺസ് ക്ലബ് ജില്ലാ ചെയർമാൻ PN സുജിൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഉപദേശക സമിതി അംഗങ്ങളും സ്ഥിര സമിതി അംഗങ്ങളും പങ്കെടുത്തു. പെരിഞ്ഞനം വെസ്റ്റ് LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കുട്ടികളുടെ കുറവാണ്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം അതിൻ്റെതായ അർത്ഥത്തിൽ, അതായത് യാതൊരു പഴുതുമില്ലാതെ കേരളത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു കുറവും